നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിജിമോൾ. ഗവൺമെൻറ് ITI മലമ്പുഴയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് 2ാം വർഷ സിലബസിലെ DC to DC കൺവേർട്ടർ എന്ന പാഠഭാഗത്തിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത്. ഇന്നത്തെ നമ്മുടെ പാഠഭാഗങ്ങൾ: ബക്ക് കൺവേർട്ടർ സർക്യൂട്ട് യൂസിങ് IC MC34063 and inverting converter circuit using IC 34063. ആദ്യം ബക്ക് കൺവേർട്ടർ സർക്യൂട്ട് യൂസിങ് IC MC34063 പഠിക്കാം. ആദ്യം നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം. അതിനായി ബേസിക് സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആദ്യം അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട് VS മാർക്ക് ചെയ്തു. അടുത്തത് ബക്ക് കൺവേർട്ടഡ് DC ഔട്ട്പുട്ട് മാർക്ക് ചെയ്തു. ഇനി ബാക്കിലാണ് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്നത്. ആദ്യം കപ്പാസിറ്റർ വരച്ചു, അടുത്തത് ഇൻഡക്ടർ വരച്ചു, അടുത്തത് ഡയോഡ് വരച്ചു. ഡയോഡും കപ്പാസിറ്ററും ഗ്രൗണ്ട് ചെയ്തു. ഇത് രണ്ടും ഒരു കണക്ഷൻ തന്നെയാണ്, നമ്മൾ രണ്ടായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് സ്വിച്ചാണ്. സ്വിച്ചിൻ്റെ പകരമായിട്ട് IC ആണ് നമ്മൾ വരയ്ക്കുന്നത്. IC, അതിനോട് ബന്ധപ്പെട്ട സർക്യൂട്ട്സ്, ICയിലേക്കുള്ള കണക്ഷൻ, ഇൻപുട്ട് കണക്ഷൻ, അതുപോലെ ഇൻപുട്ട് കപ്പാസിറ്റർ Cin, ഇതെല്ലാം നമ്മൾ വരച്ചു. ഇനി നമുക്ക് തേർഡ് പിന്നിൽ നിന്നും ടൈമിംഗ് കപ്പാസിറ്റർ, സ്വിച്ചിങ് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനുള്ള എക്സ്റ്റേണൽ കോമ്പണൻറ്റ് CT ടൈമിംഗ് കപ്പാസിറ്ററാണ്, അതിനെ വരച്ചു. ഇനി നമുക്ക് ഫീഡ്ബാക്ക്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഒരു പോർഷൻ ICയുടെ 5th പിന്നിലേക്ക് ഫീഡ്ബാക്കായി കൊടുക്കുന്നുണ്ട്. അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ സെറ്റ് ചെയ്യുന്ന പിൻ. അതിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് നോക്കുന്നതിനായി നമുക്ക് ആദ്യം ബേസിക് സർക്യൂട്ടിലേക്ക് പോകാം. സ്വിച്ചിനെ ഓൺ ചെയ്തും ഓഫ് ചെയ്തും നോക്കണം. ആദ്യം നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയിട്ടുള്ള വർക്കിംഗ് നോക്കാം. സ്വിച്ചിനെ നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യണം. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും സ്വിച്ചിലൂടെ കറൻറ്റ് കയറി ഇൻഡക്ടറിലൂടെ ഔട്ട്പുട്ടിലൂടെ കപ്പാസിറ്ററിനെയും ചാർജ് ചെയ്യിച്ച് തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവിലെത്തുന്നു. ഈ കണ്ടീഷനിൽ ഇൻഡക്ടറിലൂടെ കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ആവുന്നുണ്ട്. ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ആവുന്നത് ഈ എൻഡിൽ പോസിറ്റീവും ഈ എൻഡിൽ നെഗറ്റീവുമായിട്ടാണ്. അതുപോലെ കപ്പാസിറ്ററിലും എനർജി സ്റ്റോർ ചെയ്യുന്നു. ഈ വർക്ക് നമുക്ക് ഇനി നമ്മുടെ IC സർക്യൂട്ടിൽ നോക്കാം. ആദ്യം നമ്മൾ സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. പ്ലസ് മൈനസ് അപ്ലൈ ചെയ്തു. നമ്മുടെ Cin ഇൻപുട്ട് കപ്പാസിറ്റർ ചാർജ് ആവുന്നു. ICയുടെ ഇൻപുട്ട് പിന്നായ പിൻ നമ്പർ 6 അവിടെ ഇൻപുട്ട് കിട്ടുന്നു. ICയിലെ ട്രാൻസിസ്റ്റേഴ്സ്, സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ആകുന്നു. സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കറൻറ്റ് പാത്ത് നോക്കാം. പോസിറ്റീവിൽ നിന്നും കറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ICയിലൂടെ പിൻ നമ്പർ 2, പിൻ നമ്പർ 2ൽ വരാൻ കാരണം പിൻ നമ്പർ 2 ആണ് ബക്ക് കൺവേർട്ടറിൻ്റെ സ്വിച്ച്ഡ് ഔട്ട്പുട്ട് എടുക്കുന്ന പിൻ. അതിലൂടെ ഇൻഡക്ടറിലൂടെ പാസ് ചെയ്ത് ഔട്ട്പുട്ടിലൂടെ കപ്പാസിറ്ററിനെയും ചാർജ് ചെയ്ത് മൈനസ് പോയിൻറ്റിൽ തിരിച്ചെത്തുന്നു. ഈ സമയം ഇൻഡക്ടറിനെ ചാർജ് ചെയ്യിക്കുന്ന പൊളാരിറ്റി ഈ എൻഡിൽ പോസിറ്റീവും ഈ എൻഡിൽ നെഗറ്റീവുമാണ്. കപ്പാസിറ്റർ ഈ പ്ലേറ്റ് പോസിറ്റീവും ഈ പ്ലേറ്റ് നെഗറ്റീവുമാണ്. ഇനി നമുക്ക് സ്വിച്ചിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്ന കണ്ടീഷൻ നമുക്ക് നോക്കാനായിട്ട് ബേസിക് സർക്യൂട്ടിലേക്ക് തന്നെ പോകാം. ബേസിക് സർക്യൂട്ടിൽ സ്വിച്ച് ഓൾറെഡി ഓഫാണ്. അപ്പോൾ ബാറ്ററിയിൽ നിന്നും, അതായത് വോൾട്ടേജ് സോഴ്സിൽ നിന്നും ലോഡിലേക്ക് കണക്ഷൻ ഇല്ല. ആ സമയം കറണ്ട് സ്റ്റോപ്പ് ആകുന്ന സമയം ഇൻഡക്ടറിൽ ഓൾറെഡി ചാർജ് ചെയ്തിരുന്ന ചാർജ് ബാക്ക് EMF ആയി കൺവേർട്ടഡ് ആവുന്നു. ബാക്ക് EMFൻ്റെ പൊളാരിറ്റി റിവേഴ്സാണ്. പ്രീവിയസിനെ അപേക്ഷിച്ച് മുമ്പ് ചാർജ് ചെയ്തിരുന്നത് എവിടെയായിരുന്നോ പോസിറ്റീവ്, അവിടെ ബാക്ക് EMFൻ്റെ നെഗറ്റീവാണ് വരുന്നത്. അത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലൂ കളർ പെൻ എടുക്കാം. ബാക്ക് EMFൻ്റെ പൊളാരിറ്റി ഈ എൻഡിൽ മൈനസും ഈ എൻഡിൽ പോസിറ്റീവുമായിരിക്കും. ഇനി കറൻറ്റ് ഫ്ലോ എങ്ങനെയായിരിക്കും നോക്കാം. പോസിറ്റീവിൽ നിന്ന് കറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട്
ഈ എൻഡിൽ നിന്നും ഇൻഡക്ടറിൻ്റെ ഈ സൈഡിൽ നിന്നും കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്പുട്ടിലൂടി ഡയോഡ് ഇത്തവണ ഫോർവേഡ് ബയസ് ആയി ഡയോഡിലൂടി തിരിച്ച് മൈനസിലേക്ക് എത്തി. അപ്പോൾ ആ വർക്ക് നമുക്ക് നമ്മുടെ ഐ സി സർക്യൂട്ടിൽ നോക്കാം. ഐ സി സർക്യൂട്ടിൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നിന്ന് കണക്ഷൻ വരുന്നില്ല. നമ്മുടെ ഇൻഡക്ടറിൽ ഓൾറെഡി ചാർജ് ചെയ്തിരുന്ന എനർജി ബാക്ക് EMF ആയി കൺവേർട്ടഡ് ആകുന്നു. അതിൻ്റെ പൊളാരിറ്റി ഈ എൻഡിൽ മൈനസും ഈ എൻഡിൽ പ്ലസുമായിട്ടാണ് വരിക. അപ്പോൾ സ്വാഭാവികമായും ഇൻഡക്ടറിൻ്റെ പ്ലസ് സൈഡിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് കറണ്ട് ഒന്ന് ഫ്ലോ വരച്ച് നോക്കാം. ഇവിടെ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് കപ്പാസിറ്റർ ഔട്ട്പുട്ടിലൂടി ഗ്രൗണ്ടിലെത്തി ഡയോഡ് വഴി ഇൻഡക്ടറിൻ്റെ മൈനസ് ഈ എൻഡാണ് മൈനസ് വരിക, മൈനസ് ചാർജുള്ള ഭാഗത്തേക്ക് എത്തുന്നു. അതായത് സ്വിച്ച് ഓഫ് കണ്ടീഷനിലും നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടി, ലോഡ് വർക്ക് ചെയ്തു. ഇനി ഇൻഡക്ടറിലെ ചാർജ് അല്പം കുറഞ്ഞാൽ കപ്പാസിറ്ററിലെ ചാർജ് ഓൾറെഡി ഉണ്ടാകും. കപ്പാസിറ്ററിലെ ചാർജ് ഔട്ട്പുട്ടിനെ ഡ്രൈവ് ചെയ്യിക്കും. ഇനി കപ്പാസിറ്ററിലെ ചാർജും കുറഞ്ഞു തുടങ്ങിയാൽ ആ ഒരു കണ്ടീഷൻ നമുക്ക് കാണണം. ആ ഒരു കണ്ടീഷനിൽ സ്വിച്ച് നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കപ്പാസിറ്ററിലെ ചാർജിൻ്റെ കുറവ് വരുന്നതിനനുസരിച്ച് ഓൾറെഡി നമ്മുടെ ഫീഡ്ബാക്ക് പിന്നായ പിൻ നമ്പർ 5 അവിടെ വരുന്നതിനും ആ പ്രപ്പോർഷനായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ടിൽ കപ്പാസിറ്ററിലെ വോൾട്ടേജ് അല്പം കുറയുമ്പം അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് പിൻ നമ്പർ 5-ലെത്തും. അപ്പോൾ നമ്മുടെ ഓഫായിരുന്ന സ്വിച്ച് ഓൺ ആകുന്നു. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ വീണ്ടും ഇൻപുട്ടിൽ നിന്നും ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് കറൻറ്റിനെ സ്വിച്ചിലൂടി, അതായത് ട്രാൻസിസ്റ്ററിലൂടി ഇൻഡക്ടറിലൂടി പാസ് ചെയ്യിച്ച് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിച്ച് വരുന്നു. വേണ്ടത്ര വോൾട്ടേജ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീഡ്ബാക്കിനനുസരിച്ച് സ്വിച്ചിനെ ഓഫ് ചെയ്യുന്നു. സ്വിച്ച് ഓഫ് ആകുമ്പോൾ ബാക്ക് EMF ഇൻഡ്യൂസ് ആകുന്നു. ഈ ബാക്ക് EMFും അതുപോലെ കപ്പാസിറ്ററിലെ ചാർജും ചേർന്ന് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുന്ന ഔട്ട്പുട്ടിലേക്ക് വോൾട്ടേജ് കിട്ടുന്നു. ഇപ്പോൾ സ്വിച്ച് ഓൺ ആയാലും സ്വിച്ച് ഓഫ് ആകുമ്പോഴും നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ലഭിക്കുന്നു. അത് VS ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കുറവാണ് കിട്ടുന്നത്. അതായത് ഈ സർക്യൂട്ട് ബക്ക് കൺവേർട്ടഡ് സർക്യൂട്ടായി വർക്ക് ചെയ്യുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻവേർട്ടിംഗ് കൺവേർട്ടർ സർക്യൂട്ട് യൂസിങ് IC MC34063 ആണ്. ബേസിക് ഡയഗ്രാം തന്നിട്ടുണ്ട്, അത് നോക്കി നമുക്ക് വരയ്ക്കാം. അതിന് മുമ്പായിട്ട് ഇൻവേർട്ടിംഗ് കൺവേർട്ടർ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻവേർട്ടിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് ആവുക എന്ന് തന്നെയാണ്. അതായത് നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ഈ ബേസിക് സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്തു, നമുക്ക് നെഗറ്റീവ് വോൾട്ടേജ് കിട്ടി. നോക്കുക, ഈ ഭാഗത്ത് മൈനസ്, നമ്മൾ അപ്ലൈ ചെയ്തത് ഈ ഭാഗത്ത് പ്ലസ് ആയിരുന്നു, ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വന്നതെന്നുള്ള അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നു. സ്വിച്ച് ഓൺ കണ്ടീഷനിൽ കറൻറ്റ് ഫ്ലോ ചെയ്യും. കറൻറ്റ് ഫ്ലോ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്വിച്ചിലൂടി ഇൻഡക്ടറിലൂടി പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്വിച്ചിലൂടി ഇൻഡക്ടറിലൂടി തിരിച്ച് നെഗറ്റീവിൽ വന്നു. ഡയോഡിലേക്കോ ഔട്ട്പുട്ട് കപ്പാസിറ്ററിലേക്കോ ഔട്ട്പുട്ടിലേക്കോ ഒന്നും കറൻറ്റ് പോകുന്നില്ല. ഇനി അടുത്ത കണ്ടീഷൻ, നമുക്ക് സ്വിച്ചിനെ ഓഫ് ചെയ്യാം. സ്വിച്ചിനെ ഓഫ് ചെയ്യുമ്പം ഓൾറെഡി ഇൻഡക്ടറിലൂടെ കറൻറ്റ് പോയപ്പോൾ ഇൻഡക്ടറിൽ ചാർജ് സ്റ്റോർ ചെയ്തിരുന്നു. ചാർജ് സ്റ്റോർ ചെയ്തിരുന്നത് ഈ എൻഡിൽ പോസിറ്റീവും ഈ എൻഡിൽ നെഗറ്റീവും ആയിട്ടാണ്. കാരണം ഈ എൻഡിൽ നിന്നാണല്ലോ സപ്ലൈ വന്നത്. ഇനി കറൻറ്റ് ഫ്ലോ സ്റ്റോപ്പ് ആവുമ്പോൾ, സ്വിച്ച് ഓഫ് ചെയ്താൽ കറൻറ്റ് ഫ്ലോ സ്റ്റോപ്പ് ആവും. കറൻറ്റ് ഫ്ലോ സ്റ്റോപ്പ് ആവുമ്പം ഇൻഡക്ടറിൽ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ബാക്ക് EMFൻ്റെ പൊളാരിറ്റി നമ്മൾ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകൾ സൈഡിൽ മൈനസും താഴെ പോസിറ്റീവും ആയിട്ടാണ്. ഈ ബാക്ക് EMF ഇനി ഔട്ട്പുട്ടിലേക്ക് കറണ്ട് കൊടുക്കും. ബാക്ക് EMFൻ്റെ
ചാർജിൻ്റെ പോസിറ്റീവ് സൈഡ് താഴെയാണ്. അവിടെ നിന്നും കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിച്ച് ലോഡിലൂടി മുകളിലേക്കാണ് ഡയറക്ഷൻ കറണ്ട് ഫ്ലോയിൻ്റെ. ഏത്? ലോഡിൻ്റെ താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്ക്. അതുകൊണ്ട് ലോഡിൻ്റെ താഴെ പോസിറ്റീവ്, ഔട്ട്പുട്ടിൻ്റെ താഴത്തെ ഭാഗം പോസിറ്റീവ്, മുകളിലത്തെ ഭാഗം നെഗറ്റീവ്. അങ്ങനെയാണ് വരിക വോൾട്ടേജ്. ഇനി ഡയോഡിലൂടെ പാസ് ചെയ്ത് ഇൻഡക്ടറിൻ്റെ മൈനസ് സൈഡിൽ എത്തിച്ചേർന്നു. അപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിൽ ഇൻഡക്ടർ ബാക്ക് EMF കൊണ്ട് സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യിക്കുന്നു, ഔട്ട്പുട്ടിനെ ഡ്രൈവ് ചെയ്യിക്കുന്നു. അത് ഇൻഡക്ടർ നമ്മൾ പാരലലി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇൻഡക്ടറിൻ്റെ പോസിറ്റീവ് ചാർജിലുള്ള സൈഡിൽ നിന്നും കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് ലോഡിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇൻവേർട്ടഡ് വോൾട്ടേജ് കിട്ടും. ആദ്യം നമുക്ക് IC സർക്യൂട്ട് ഇൻവേർട്ടിംഗ് കൺവേർട്ടറിൻ്റെ വരയ്ക്കാം. ആദ്യം അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട് VS മാർക്ക് ചെയ്തു. അടുത്തത് ഇൻവേർട്ടിംഗ് കൺവേർട്ടഡ് DC ഔട്ട്പുട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കോമ്പണൻസ് വരയ്ക്കാം. ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. ആദ്യം ഔട്ട്പുട്ട് കപ്പാസിറ്റർ C ഔട്ട് വരച്ചു. ഇനി നമുക്ക് കപ്പാസിറ്ററിനെ ഗ്രൗണ്ട് ചെയ്യാം. കപ്പാസിറ്ററിൻ്റെ ഒരെൻഡ് ഗ്രൗണ്ട് കൊടുത്തു. അടുത്തത് ഡയോഡ് വരച്ചു. ഡയോഡ് വരയ്ക്കുമ്പം പൊളാരിറ്റി കപ്പാസിറ്ററിനോട് ചേർന്ന സൈഡിൽ ആനോഡ്, അതായത് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാഥോഡാണ്. അടുത്തത് ഇൻഡക്ടറിനെ ഗ്രൗണ്ട് ചെയ്തു. കപ്പാസിറ്ററിൻ്റെ താഴത്തെ പിന്നിലേക്ക് നമ്മൾ ആക്ച്വലി കണക്ഷൻ വന്നിട്ടുണ്ട്. നമ്മളത് 2 സ്ഥലത്തായിട്ട് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് സ്വിച്ചാണ്. സ്വിച്ചിന് പകരം നമ്മൾ വരയ്ക്കുന്നത് ICയുടെ കൂടെ അതിനോട് ബന്ധപ്പെട്ട സർക്യൂട്ട്, അതായത് ICക്ക് സപ്ലൈ കിട്ടാനുള്ളത് Vin കിട്ടാനുള്ള പാത്ത് വരച്ചു. കറൻറ്റ് സെൻസ് സർക്യൂട്ട് വരച്ചു. അതുപോലെ തന്നെ ഇൻപുട്ട് കപ്പാസിറ്റർ സീൻ വരച്ചു. പിന്നെ നമുക്ക് അടുത്തത് വരയ്ക്കാനുള്ളത് 4th പിൻ, ഗ്രൗണ്ടിലേക്ക് കൊടുക്കാറുള്ള പിന്നാണ്, മൈനസിലേക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തതുള്ളത് പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെൻറ്റ് വഴി നമുക്ക് പിൻ നമ്പർ 5ലേക്ക് ഫീഡ്ബാക്ക് കണക്ട് ചെയ്തു. അടുത്തത് ടൈമിംഗ് കപ്പാസിറ്റർ കണക്ട് ചെയ്യാനുണ്ട്. സ്വിച്ചിങ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്ന കോമ്പണൻറ്റ് CT ടൈമിംഗ് കപ്പാസിറ്ററാണ്. അത് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓൾറെഡി വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതിനനുസരിച്ച് നമുക്ക് ഇവിടെയും നോക്കാം. ആദ്യം നമ്മൾ സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട്, അത് ഇൻപുട്ട് കപ്പാസിറ്റർ ചാർജായി. അതുപോലെ ICയുടെ ഇൻപുട്ട് പിന്നായ Vin 6th പിൻ അതിലേക്ക് അപ്ലൈ ചെയ്തു. ICയിലെ ട്രാൻസിസ്റ്റേഴ്സിനൊക്കെ വോൾട്ടേജ് കിട്ടി. ICയിലെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓണായി. ഇനി നമുക്ക് എങ്ങനെയാണ് കറണ്ട് ഫ്ലോ പോകുന്നതെന്ന്. പോസിറ്റീവിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് സ്വിച്ചിലൂടി, സ്വിച്ചിൻ്റെ പിൻ നമ്പർ 2 സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സ്വിച്ചിലൂടെ ഇൻഡക്ടറിലൂടെ ഗ്രൗണ്ടിലേക്ക് വന്ന് മൈനസ് കംപ്ലീറ്റ് ചെയ്തു. ഡയോഡിലേക്കോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കപ്പാസിറ്ററിലേക്കോ ഒന്നും പോയിട്ടില്ല. ഈ സമയം ഇൻഡക്ടർ ചാർജ് ആവുന്നുണ്ട്. ഇൻഡക്ടർ ചാർജ് ആവുന്നത് നമുക്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. ഇൻഡക്ടർ ഈ എൻഡിൽ പോസിറ്റീവായിട്ടും ഈ എൻഡിൽ നെഗറ്റീവായിട്ടുമാണ് ചാർജ് ചെയ്യുക. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ ICയിലെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ഓഫ് ആവുന്ന കണ്ടീഷൻ, അത് നോക്കാം. അപ്പോൾ സ്വിച്ച് ഓഫായി കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നിന്നും കറൻറ്റ് ഫ്ലോ ഔട്ട്പുട്ടിലേക്ക് ഉണ്ടാകുന്നില്ല. ഇൻപുട്ട് സോഴ്സ് ഡിസ്കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറൻറ്റ് ഫ്ലോ സ്റ്റോപ്പ് ആവുന്നത് കൊണ്ട് ഇൻഡക്ടറിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത എനർജി ബാക്ക് EMF ആയി കൺവേർട്ട് ആവുന്നു. ഈ ബാക്ക് EMF ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് വരുന്നത്. അതായത് നമുക്ക് കളർ മാറ്റിയെടുക്കാം. ബ്ലൂ നിറത്തിലുള്ള പെൻ യൂസ് ചെയ്യാം. ഇവിടെ പ്ലസ് ആയിരുന്ന പോയിൻറ്റിൽ മൈനസും മൈനസ് ആയിരുന്ന പോയിൻറ്റിൽ പ്ലസ്സും ബ്ലൂ കളറിലുള്ളതാണ് ബാക്ക് EMF. അപ്പം ഈ ബാക്ക് EMF ആക്ച്വലി നമ്മുടെ ഔട്ട്പുട്ട് സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യിക്കും.
അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോസിറ്റീവ് ഇവിടാണ്. ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്പുട്ടിലൂടെ ഡയോഡിലൂടെ കയറി ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗത്തെത്തി, നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്ന സൈഡിലെത്തി. ആ ടൈമിൽ നമ്മുടെ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കുന്നു. ഈ എൻഡ് പോസിറ്റീവായും ഈ എൻഡ് നെഗറ്റീവായുമാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. മറ്റുള്ള സർക്യൂട്ട്സിൽ നമ്മൾ പഠിച്ചപ്പോൾ താഴത്തെ ഭാഗം നെഗറ്റീവും മുകളിൽ പോസിറ്റീവാണ് ചെയ്ത്. കറൻറ്റ് ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് താഴെ പോസിറ്റീവും മുകളിൽ നെഗറ്റീവുമാണ്. അതുപോലെ നമുക്ക് കപ്പാസിറ്ററിൽ ചാർജായി, അതുപോലെ ഇൻവേർട്ടിംഗ് കൺവേർട്ടഡ് ഔട്ട്പുട്ടിൽ കിട്ടി. ആ കിട്ടുന്നത് താഴെ പോസിറ്റീവും മുകളിൽ നെഗറ്റീവുമാണ്. അതായത് ഈ ഭാഗത്ത് നെഗറ്റീവാണ്, അതുകൊണ്ട് ഇത് ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇനി ഇൻഡക്ടറിലെ ചാർജ് കുറഞ്ഞു, കപ്പാസിറ്ററിലെ ചാർജൊക്കെ കുറഞ്ഞു, നമുക്ക് ഔട്ട്പുട്ടിലേക്ക് റിക്വയർഡ് വോൾട്ടേജ് ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിൽ നമുക്ക് അതനുസരിച്ച് 5th പിന്നിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. 5th പിന്നിലെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഐ സിയുടെ ഉള്ളിലെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓണാകും. ഓണായി വീണ്ടും ഇൻപുട്ടിൽ നിന്നും കറൻറ്റ് വോൾട്ടേജ് സോഴ്സ് പാസ് ചെയ്യിക്കും. അത് ഇൻഡക്ടറിനെ ചാർജ് ചെയ്യിച്ച് നമുക്ക് സെയിം പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്ത് തരും. അതായത് ഇൻഡക്ടർ ചാർജ് ചെയ്യും, കറൻറ്റ് ഫ്ലോ നിൽക്കുന്ന സമയം ഇൻഡക്ടർ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ എല്ലാ സമയത്തും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വോൾട്ടേജ് കിട്ടുന്നു. മാത്രമല്ല ലോഡ് വർക്ക് ചെയ്യുന്നു. അത് എപ്പോഴും മുകൾ സൈഡിൽ മൈനസ് വരുന്ന രീതിയിൽ, അതായത് ഇൻവേർട്ടിംഗ് കൺവേർട്ടഡ് DC ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ IC 34063 ഉപയോഗിച്ചുള്ള ബക്ക് കൺവേർട്ടർ സർക്യൂട്ടും ഇൻവേർട്ടിംഗ് കൺവേർട്ടഡ് സർക്യൂട്ടും പഠിച്ചു. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയുള്ളത് MCQ ക്ലാസ്സാണ്. അത് TPS ട്രേഡിൽ നിന്നും ഈ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ പോർഷനുമായി ഈ യൂട്യൂബ് ചാനലിലെ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.